നിങ്ങളുടെ ഉറക്കം ഇല്ലാതാക്കിയവർ ഇന്ന് സുഖമായി ഉറങ്ങുന്നുണ്ടാവും. നാളെ ഒരിക്കൽ അവരുടെ ഉറക്കം ഇല്ലാതാകുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യമായി വരുന്ന മുഖം നിങ്ങളുടേതായിരിക്കും. തോറ്റ് പിന്മാറുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യം. എപ്പോഴും വിജയിക്കാനുള്ള ഉറപ്പുള്ള വഴി ഒരു പ്രാവശ്യം കൂടി ശ്രമിക്കുക എന്നതാണ്. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴി തിരിഞ്ഞു നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാവൂ. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ. ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ്. ഏതൊരു മനുഷ്യൻ്റെയും വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് തെറ്റുകളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം. തോൽവി സമ്മതിച്ച് പിന്മാറരുത്. പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നു എന്ന് വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ വേണം. ചെറിയ ചെറിയ വാശികൾ നല്ലതാണ്. ആരെയും തോൽപ്പിക്കാനല്ല, നമുക്ക് ജയിക്കാനുമല്ല, സ്വന്തം നിലപാടിൽ ജീവിക്കാൻ. വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും വില അറിയുമ്പോൾ വില കൊടുത്താലും വാങ്ങാൻ കഴിയാതെയാവും. സ്വയം മുന്നോട്ട് പോവുക, കാരണം മറ്റാരും നിങ്ങൾക്കായി ഇത് ചെയ്യുവാൻ പോകുന്നില്ല. ജീവിതത്തിൽ എന്ത് നേടിയാലും അതെല്ലാം നഷ്ടമാകുമെന്ന് ചിലർ പറയും. പക്ഷെ ഒരിക്കലും നഷ്ടമാകാത്ത ചിലതുണ്ട്, ചിലരുടെ ഓർമ്മകൾ. ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിലും അതുമൂലം മനസ്സിലുണ്ടാവുന്ന വേദന ആഴമേറിയതായിരിക്കും. മടുത്തു എന്ന് ആരും പറയാറില്ല. ചില സൂചനകൾ അവർ തരും. മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. സ്വപ്നം കാണുന്നതിനൊപ്പം അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരിൽ നിന്നും മാറി ചിന്തിക്കുമ്പോഴാണ് മാറ്റത്തിൻ്റെ ആരംഭം. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കണം. പരിഹാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. വിയർപ്പൊഴുക്കി അധ്വാനിക്കണം. തളർത്തുന്നവരുടെ മുമ്പിൽ പുഞ്ചിരിയോടെ തല ഉയർത്തി നടക്കണം. ചില വാക്കുകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. പറയുന്നയാൾ മറന്നു പോകുമെങ്കിലും കേൾക്കുന്നയാൾ മരിക്കുവോളം ഓർമ്മയിൽ സൂക്ഷിക്കും. ആരോടും അമിതമായ സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നതെന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. സമയം, വാക്ക്, അവസരം എന്നീ 3 കാര്യങ്ങൾ ഒരിക്കലും തിരികെ വരില്ല. അതിനാൽ സമയം പാഴാക്കാതിരിക്കുക, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക, അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. മുന്നിലേക്ക് നോക്കൂ, എല്ലാം നമ്മളെ തേടി വരും. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല. അർഹതയില്ലാത്തവർക്ക് ജീവിതത്തിൽ അമിത പ്രാധാന്യം കൊടുത്തും നമ്മൾ ഇരന്നു വാങ്ങുന്നതാണ് നമ്മുടെ ദുഃഖം. തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരുമെന്ന വ്യാമോഹവും പാടില്ല. എത്ര ഉന്നത സ്ഥാനം ലഭിച്ചാലും എത്ര വലിയ ബിരുദങ്ങൾ നേടിയാലും സംസാര മര്യാദയും മനുഷ്യത്വവും പഠിച്ചില്ലെങ്കിൽ ആ വ്യക്തി നിരക്ഷരനു തുല്യമാണ്. ജീവിക്കാൻ പ്രേരിപ്പിച്ച ചില ഇഷ്ടങ്ങളോടും നഷ്ടങ്ങളോടും എന്നും നന്ദി ഉണ്ടാവണം. മനുഷ്യരുടെ സ്വഭാവം 2 തരമാണ്. ആവശ്യമുള്ളപ്പോൾ അവർ തേൻ പോലെ മധുരമായി സംസാരിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ അവർ തേളിനെ പോലെ കുത്തി സംസാരിക്കുന്നു.
ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സും ഉണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും ഭയമില്ലാതെ നേരിടാം. തെറ്റാണെന്ന് മനസ്സിലായിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിയുടെ ശരികളെല്ലാം അവർ തന്നെ ആയിരിക്കും.